ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില ബിബിൻ. സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു അല്ലേ? ഓഗസ്റ്റ് 24-നാണ് എക്സാം. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഒരു HSST എക്സാമിന് പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ ഈ സെറ്റ് എക്സാം എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സെറ്റ് എക്സാമിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കാരണം എങ്ങനെ പോയാലും ഡിസംബർ ഓർ ജനുവരിയിൽ സെറ്റ് എക്സാമിന് HSSTയുടെ നോട്ടിഫിക്കേഷൻ വരും. അതിന് മുമ്പ് ഒരു സെറ്റ് എക്സാം നടക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0 അല്ലേ? അതുകൊണ്ട് തന്നെ ഈ സെറ്റ് എക്സാമിന് ഏറ്റവും സീരിയസ് ആയിട്ട് തന്നെ വേണം നിങ്ങൾ കണക്കിലെടുക്കാൻ. പലരും നന്നായിട്ട് സീരിയസ് ആയിട്ട് പഠിക്കുന്നവരുണ്ടാവും. ഇനി നിങ്ങൾ സീരിയസ് ആയിട്ട് പഠനം ആരംഭിച്ചിട്ടില്ലേ? വിഷമിക്കേണ്ട, ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു പോകാം. CCയിൽ പുതിയ സെറ്റ് എക്സാമിൻ്റെ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. 30 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഈ 30 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സിലബസ് കവർ ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും കവർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചപ്പോഴേ നമ്മുടെ മുമ്പിൽ ഒരു വലിയ സിലബസ് ഉണ്ട് എന്ന് വിചാരിച്ച് ആ സിലബസ് മൊത്തം കവർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സിലബസ് നമ്മൾ മൊത്തമായിട്ടും കവർ ചെയ്യും. പക്ഷേ വേണ്ട കാര്യങ്ങൾ ആ സിലബസിനകത്ത് ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ടാവും അല്ലേ? പക്ഷേ നമുക്ക് എന്തുമാത്രം മതി? നമുക്ക് ജസ്റ്റ് പാസ്സാകാനുള്ള മാർക്ക് മാത്രം മതി. ആ പാസ്സാകാനുള്ള മാർക്ക് ഈ 30 ദിവസം കൊണ്ട് നേടിയെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്തുകൂടെ? തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. സെറ്റ് എക്സാമിൻ്റെ 30 ഡേയ്സ് കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് 30 ഡേയ്സും 2 മണിക്കൂർ വെച്ച് ലൈവ് ക്ലാസ്സുകളായിരിക്കും. ഈ 2 മണിക്കൂർ ലൈവ് കൊണ്ട് നമുക്ക് 2 മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിനെ 2 ക്ലാസ്സുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ആ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, എന്താണോ നമുക്ക് ആ എക്സാമിന് ആവശ്യമുള്ളത്, അത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും PPTയുടെ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന PPT നിങ്ങൾക്ക് PDF ആയിട്ട് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി നോട്ട്സ് ആണെങ്കിലോ നോട്ട്സും PDF ആയിട്ട് ഷെയർ ചെയ്യപ്പെടും. ക്ലാസ്സിന് മുമ്പ് നോട്ട്സും കിട്ടും, അതിനുശേഷം ക്ലാസ്സിന് ശേഷം PPTയും കിട്ടും. മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ സിലബസ് എല്ലാം ആ ടോപ്പിക്ക് വെച്ച് സിലബസ് വെച്ച് പഠിക്കാനുള്ള അല്ലെങ്കിൽ കണ്ടന്റ് വെച്ച് പഠിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാമോ അത്രമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഏതെല്ലാമാണ് കോർ റീജിയൻസ് എന്ന് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും സെറ്റ് എക്സാമിന് ഒരു വലിയ സിലബസ് ആണുള്ളത്. അത്രയും സിലബസ് പഠിക്കുക എന്ന് പറയുന്നത്, കാരണം നമ്മൾ PGക്ക് 2 വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ 3-4 മാസം കൊണ്ട് പഠിക്കുന്നത്. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ 30 ഡേയ്സ് കൊണ്ടുള്ള ക്രാഷ് ബാച്ചിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നിങ്ങളെ ആ വിജയത്തിലോട്ട് എത്തിക്കുന്ന എന്താണോ ആവശ്യമുള്ളത് അത് തന്നെയായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് തരിക അല്ലേ? സെറ്റ് എക്സാമിൻ്റെ റിസൾട്ടും അതിൻ്റെ സക്സസ് സ്റ്റോറീസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഒരു സെറ്റ് എക്സാമിന് മറ്റേ ആർക്ക് അവകാശപ്പെടുന്നതിലും കൂടുതൽ വിജയികളെ ഞങ്ങൾ എല്ലാ തവണ അല്ലെങ്കിൽ എല്ലാ വർഷവും CCയിൽ നിന്ന് പാസ് ഔട്ട് ആകാറുണ്ട്. ഈ വർഷവും ഈ റിസൾട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്ന് വെച്ചാൽ അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഒരു വ്യക്തമായ ഐഡിയയും ഒരു സ്ട്രാറ്റജിയും ഞങ്ങൾക്കുണ്ട്. ആ ഒരു സ്ട്രാറ്റജിയിലൂടെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്കും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുമല്ലേ 30 ഡേയ്സ് ക്രാഷ് കോച്ചിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ലേഷനാണ് അല്ലേ? മോളിക്കുലർ ബയോളജി ഒഴിവാക്കിയിട്ട് നമുക്ക് സെറ്റ് എക്സാം പാസ്സാകാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല അല്ലേ? മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതിനകത്ത് ഈച്ച് ആൻഡ് എവരി പോയിന്റ്സും നമ്മളിപ്പോൾ കോർ റീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിലബസിനകത്ത് ചില റീജിയൻസ് ഒക്കെ നമുക്ക് അങ്ങനെ കണ്ണുമടച്ചേ വേണമെങ്കിൽ കളയാം അല്ലേ? പക്ഷേ മോളിക്കുലർ ബയോളജിയെ സംബന്ധിച്ച് ഒരു പോയിന്റ് പോലും എങ്ങും കളയാനില്ല. അവിടെ നമുക്കൊരു കോർ റീജിയൻസ് എന്ന് പറഞ്ഞാൽ ആ എൻ്റെ ടോപ്പിക്കുമാണ് അതിനകത്തെ കോർ റീജിയൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് അങ്ങനെ തന്നെ വിട്ട് കഴിഞ്ഞാലും മോളിക്കുലർ ബയോളജിയും ജെനറ്റിക്സും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 10-20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു മോളിക്കുലർ ബയോളജിയിൽ ഒരു പോർഷൻസ് പോലും നിങ്ങൾ വിടാനേ പാടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ലേഷനെ കുറിച്ചാണ് അല്ലേ? ട്രിപ്ലിക്കേഷൻ എന്താണെന്നറിയാം, ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്നറിയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ലേഷൻ ആണ്. പക്ഷേ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ തീർക്കാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ലേഷൻ്റെ ഇനീഷ്യേഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. നോക്കിയാലോ നമുക്ക്. ഹൂ എസ്റ്റാബ്ലിഷ് ദാറ്റ് RNA ഇസ് ദ ജെനറ്റിക് മെറ്റീരിയൽ? ആരാണ് RNA ഒരു നല്ല ജെനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പ്രൂവ് ചെയ്ത വ്യക്തി ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സിഡ്നി ബ്രണ്ണർ, ഫ്രെങ്കൽ കോർണറ്റ്, ഓപ്ഷൻ സി ജോഷുവ ലെഡർബർഗ്, ഓപ്ഷൻ ഡി ഫ്രെഡറിക് മിഷർ. ഇതിനകത്ത് ആരാണ് RNA ഒരു ജെനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പ്രൂവ് ചെയ്ത വ്യക്തി? നമ്മൾ പഠിച്ചിരിക്കുന്നതെല്ലാം DNA ആണ് ഗുഡ് ജെനറ്റിക് മെറ്റീരിയൽ എന്നാണ് അല്ലേ? അത് പ്രൂവ് ചെയ്ത ഗ്രിഫിത്തിനെ കുറിച്ചും മെക്കാർട്ടിനെ കുറിച്ചും ഹാർഷിയൻ ചേസിനെ കുറിച്ചും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ RNA ഒരു നല്ല ജെനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പ്രൂവ് ചെയ്ത വ്യക്തിയെക്കുറിച്ച് അധികമൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. എക്സ്പെരിമെൻറ്റും നമുക്ക് അത്ര കാര്യമായിട്ട് പഠിക്കാനില്ല. പക്ഷേ അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് നടന്നിട്ടുണ്ട്. ആ എക്സ്പെരിമെൻറ്റ് നടന്നത് ടുബാക്കോ മൊസൈക്ക് വൈറസിലാണ്. ടുബാക്കോ മൊസൈക്ക് വൈറസിൽ അത് പ്രൂവ് ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഫ്രെങ്കൽ കോർണറ്റ് ആണ് കേട്ടോ, മറന്നു പോകരുത്. ഫ്രെങ്കൽ കോർണറ്റ് ആണ് TMV എന്ന് പറയുന്ന വൈറസസിൽ പരീക്ഷണങ്ങൾ നടത്തി RNA ആണ് ഒരു ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്ത വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ ഇനിഷ്യേഷൻ ഇൻ പ്രോക്യാരിയോട്സ് എ GTP molecule is needed in formation of formyl met tRNA,
ബൈൻഡിങ് ഓഫ് 30s subunit of ribosome with mRNA. Option C, association of 30s mRNA with formyl met tRNA. Option D, association of 50s subunit of ribosome with initiation complex. അതായത് നമുക്കറിയാം ട്രാൻസ്ലേഷനകത്ത് ATP പോലെ തന്നെ എന്തുകൂടി ആവശ്യമുണ്ട്, GTP കൂടി ആവശ്യമുണ്ട്. കാരണം GTP നീഡഡ് ആയിട്ടുള്ള നമ്മൾ ഒരേ ഒരു ജനറ്റിക് ഫ്ലോ ആണ് നമ്മൾ പഠിക്കുക. ഏതാണ് ഫ്ലോ എന്ന് പറയുന്നത്? ട്രാൻസ്ലേഷൻ ആണ്. GTP ATPയോടൊപ്പം GTP കൂടി ആവശ്യമായിട്ട് വരുന്ന ഒരു ജനറ്റിക് ഫ്ലോ എന്ന് പറയുന്നത് ഏതാണ്? ട്രാൻസ്ലേഷൻ ആണ്. ഈ ട്രാൻസ്ലേഷൻ്റെ എല്ലാ സ്റ്റെപ്പുകളിലും നമുക്ക് GTP ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഒരു സ്പെസിഫിക് സ്റ്റെപ്പിൽ GTP ആവശ്യമാണ്. അപ്പോൾ അത് ഏത് സ്റ്റെപ്പിൽ എന്നാണ് ചോദ്യം. അതായത് അമിനോ ആസിഡിൻ്റെ ഫോർമേഷൻ ഓഫ് ഫോർമൈൽ മെറ്റ് tRNA എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഫോർമേഷൻ ഓഫ് ഫോർമൈൽ മെറ്റ് tRNA എന്ന് വെച്ചാൽ tRNA ചാർജിങ് ആണ്. tRNA ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ATP ആണ് ആവശ്യം, GTP ആണ് ആവശ്യം അല്ല, ATP ആണ് ആവശ്യം. ബൈൻഡിങ് ഓഫ് 30s subunit ഓഫ് റൈബോസോം വിത്ത് mRNA. അതായത് 30s subunitനെ നമുക്കറിയാം ട്രാൻസ്ലേഷൻ ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ഫോം ചെയ്യണം? 30s കോംപ്ലക്സ് ഫോം ചെയ്യണം. ആ 30s കോംപ്ലക്സ് എങ്ങനെ ഫോം ചെയ്യുക? അതായത് റൈബോസോമിൻ്റെ 30s subunitഉം ആര് കൂടി വേണം? mRNA കൂടി വേണം. പക്ഷെ അപ്പോഴും 30s കോംപ്ലക്സ് ഫോം ചെയ്യുമോ? ഫോം ചെയ്യില്ല. അതിനുകൂടി ആര് കൂടി വേണം? tRNA കൂടി വേണം അല്ലെ. ഈ 3 പേരും കൂടി ഒന്നിച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? 30s കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു tRNA അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 30s കോംപ്ലക്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ 30s കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിനാണ് എന്താവശ്യമുള്ളത്? GTP മോളിക്യൂൾസ് ആവശ്യമുള്ളത്. അപ്പോൾ 30s കോംപ്ലക്സ് ആരെല്ലാമായിട്ടാണ് ഫോം ചെയ്യുന്നത്? അതിനകത്ത് 30s റൈബോസോം സബ് യൂണിറ്റ് വേണം. പിന്നെ ആരൊക്കെ വേണം? tRNA വേണം, mRNA വേണം. അപ്പോൾ ഇതിനകത്ത് 2 പേരെ മാത്രമേ തന്നിട്ടുള്ളൂ. 30s സബ് യൂണിറ്റും ഉണ്ട്, അതുപോലെ തന്നെ mRNA ഉണ്ട്. പക്ഷേ ഇവർ 2 പേരും മാത്രം മതിയോ? പോരാ. ഇനി നമുക്ക് നോക്കാം. അസോസിയേഷൻ ഓഫ് 30s mRNA വിത്ത് ഫോർമൈൽ മെറ്റ് tRNA. അതായത് ആരൊക്കെയാണ് വേണ്ടത്? അതിനകത്ത് tRNA വേണം, അതുപോലെ തന്നെ mRNA വേണം. ഫോർമൈൽ മെറ്റ് tRNA ഫോം ചെയ്യുന്നത് ആര് വഴിയാണ്? mRNA വഴിയാണ് അല്ലേ. mRNAയുടെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? അതായത് mRNAയിലാണ് ആരുള്ളത്? മെഥിനിൻ അല്ലെങ്കിൽ മെഥിയോണിൻ എന്ന് പറയും, നോട്ട് മെഥിലിൻ, മെഥിയോണിൻ എന്ന് പറയുന്ന mRNAയുടെ അല്ലെങ്കിൽ മെഥിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൻ്റെ കോഡോൺ ഉള്ളത് ആരിലാണ്? mRNAയിലാണ്. അപ്പോൾ ആരെല്ലാം കൂടി ചേർന്നിട്ടാണ് 30s കോംപ്ലക്സ് ഫോം ചെയ്യുക? mRNA വേണം, 30s റൈബോസോം വേണം, അതിനോടൊപ്പം എന്തുകൂടി വേണം? tRNA കൂടി വേണം. അങ്ങനെ ആ 30s കോംപ്ലക്സ് ഫോം ചെയ്യാനാണ് നമുക്ക് ആരുടെ ആവശ്യം വരിക? GTPയുടെ ആവശ്യം വരിക. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? അസോസിയേഷൻ ഓഫ് 30s mRNA വിത്ത് ഫോർമൈൽ മെറ്റ് tRNA. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് മനസ്സിലായോ? അതായത് വെറുതെ ഒരു tRNA ഫോം ചെയ്യാൻ, ഇപ്പം ഫോർമൈൽ മെറ്റ് tRNA ആണ് ഫോം ചെയ്യാനെന്ന് വിചാരിക്കുക. അതിന് ആരെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ? ATP മാത്രമേ ആവശ്യമുള്ളൂ. ATP മാത്രം ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ചാർജിങ് ഓഫ് tRNA എന്ന് പറയുന്നത് അല്ലേ. അവിടെ എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? ATP മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ GTP യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ GTPയുടെ പ്രസൻസ് വരുന്നത് 30s സബ് യൂണിറ്റ് 30s കോംപ്ലക്സ് ഫോം ചെയ്യാനാണ് അല്ലേ. നമുക്കറിയാം ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് ഇനീഷ്യേഷൻ നടക്കുന്നത് 2 സ്റ്റെപ്പുകളിലായിട്ടാണ്. ഒന്ന് 30s കോംപ്ലക്സ് ഫോർമേഷനും രണ്ടാമത്തെന്ന് പറയുന്നത് ഏതാണ്? 50s കോംപ്ലക്സ് ഫോം ചെയ്യുന്നതും. അതായത് 30s കോംപ്ലക്സ് ഫോം ചെയ്യുന്നതും 70s കോംപ്ലക്സ് ഫോം ചെയ്യുന്നതും. ഇങ്ങനെ 2 സ്റ്റെപ്പ് വേണം എന്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? ട്രാൻസ്ലേഷൻ്റെ ഇനീഷ്യേഷൻ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 30s കോംപ്ലക്സ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ ആരെല്ലാം വേണം? 30s mRNA 30s സബ് യൂണിറ്റ് വേണം, റൈബോസോമിൻ്റെ 30s സബ് യൂണിറ്റ് വേണം, അതിനോടൊപ്പം mRNA വേണം, അതിനോടൊപ്പം ആര് കൂടി വേണം? tRNA കൂടി വേണം. ഈ ഒരു സ്റ്റെപ്പിലാണ് എന്ത് യൂട്ടിലൈസ് ചെയ്യുന്നത്? GTP യൂട്ടിലൈസ് ചെയ്യുന്നത്. ദി എൻസൈം പെപ്റ്റൈഡ് ട്രാൻസ്ഫറേസ് ഓഫ് പ്രോക്യാരിയോട്സ് റിസൈഡ്സ് ഇൻ. ദി എൻസൈം പെപ്റ്റൈഡ് ട്രാൻസ്ഫറേസ് ഓഫ് പ്രോക്യാരിയോട്ട് റിസൈഡ്സ് ഇൻ റൈബോസോം 30s റൈബോസോം, ഓപ്ഷൻ ബി 50s റൈബോസോം, ഓപ്ഷൻ സി 40s റൈബോസോം, ഓപ്ഷൻ ഡി 60s റൈബോസോം. എൻസൈം പെപ്റ്റൈഡ് ട്രാൻസ്ഫറേസ് പ്രോക്യാരിയോട്സിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് തന്നിരിക്കുന്നവയെല്ലാം എന്താണ്? റൈബോസോമിൻ്റെ സബ് യൂണിറ്റുകളാണ് അല്ലേ. ഒരു റൈബോസോംസിന് അല്ലെങ്കിൽ പ്രോക്യാരിയോട്സിലെ റൈബോസോംസ് എന്ന് പറയുന്നത് റൈബോസോം 70s യൂക്യാരിയോട്സിൽ എന്ന് പറയുന്നത് 80sമാണ്. 70sനകത്ത് വരുന്നത് ആരെല്ലാമാണ് സബ് യൂണിറ്റ്? 30s വരും, 50s വരും. അതേസമയം 80sലാണെങ്കിലോ 40s വരും, അതുപോലെ തന്നെ 60s വരും. ഇതാണ് 2
4 സബ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. പ്രൊകാരിയോട്സിലും യൂക്കാരിയോട്സിലുമായിട്ട് കാണുന്ന 4 സബ് യൂണിറ്റുകൾ എന്ന് പറയുന്നത് 30s, 50s, 40s, 60s എന്നാണ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് മാത്രമേ ഉള്ളൂ? ഇതിനകത്ത് പ്രോകാരിയോട്സിൽ കണ്ടുവരുന്നത് ഏത് സബ് യൂണിറ്റിൽ എന്നാണ് ചോദ്യം, അല്ലെ? അപ്പോൾ എന്താണ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്നതും കൂടി അറിഞ്ഞിരിക്കണം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പെപ്റ്റിഡൈൽ ബോണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ എന്താ? ബോണ്ട് ഫോർമേഷന് സഹായിക്കുന്നവയാണ്. പെപ്റ്റിഡൈൽ ബോണ്ട് കാണപ്പെടുന്നത് ആരൊക്കെ തമ്മിലാണ്? 2 അമിനോ ആസിഡുകൾ തമ്മിലാണ്, അല്ലെ? നമുക്കറിയാം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്ത് ഫോം ചെയ്യുന്നതാ? അമിനോ ആസിഡുകൾ കൂടി കൂടി ചേർന്ന് ഒരു പോളിപെപ്റ്റൈഡ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 അമിനോ ആസിഡുകളെ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? അവിടെ ഒരു പെപ്റ്റൈഡ് ബോണ്ട് വേണം, വേണ്ടേ? വേണം. ആ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് വിളിക്കും. ഈ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ഫോം ചെയ്യുക? പെപ്റ്റിഡൈൽ ബോണ്ട് ഫോം ചെയ്യുക. ഇതൊരു ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഇനിയുമുണ്ട് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് വേറെന്തിനും കൂടെ സഹായിക്കാം? ഓൾറെഡി ഒരു പോളിപെപ്റ്റൈഡ് ഫോർമേഷൻ ഒക്കെ നടന്ന് ഇനി ഒരു പോളിപെപ്റ്റൈഡ്, അതായത് ആ എം ആർ എൻ എയിലുള്ള മാക്സിമം കോഡോൺസും കോഡ് ചെയ്യപ്പെട്ടു. ഇനി അവിടെ ഒരു കോഡോൺസ് ഒന്നും ഫോം ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ പെപ്റ്റൈഡിൽ ഇല്ല, ആ പോളിപെപ്റ്റൈഡ് ആ യൂണിറ്റിൽ നിന്നും, ആ റൈബോസോം യൂണിറ്റിൽ നിന്നും സ്കിപ്പ് ചെയ്യണം, അല്ലെ? ഇല്ലെങ്കിൽ അതിനകത്ത് റിലീസ് ചെയ്യണം. അതിന് സഹായിക്കുന്നതും ആര് തന്നെയാ? പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമാണ്, കേട്ടോ. അപ്പോൾ ഓർത്തിന്നുള്ള പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത് എന്തിന് സഹായിക്കുന്ന എൻസൈമാണ്? 2 അമിനോ ആസിഡുകൾ ബോണ്ടുകൾ ഫോം ചെയ്യാനായിട്ട് സഹായിക്കും. 2 അമിനോ ആസിഡുകൾക്കിടയിലുള്ള പെപ്റ്റിഡൈൽ ബോണ്ട് ഫോം ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ പെപ്റ്റൈഡിനെ, ഈ പോളിപെപ്റ്റൈഡിനെ റൈബോസോംസിന്റെ യൂണിറ്റിൽ നിന്നും റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതും ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നത്, ട്രാൻസ്ലേഷൻ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതും ആര് തന്നെയാ? പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആണ്. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് മാത്രമല്ല ഉള്ളത്, വേറെയും റിലീസിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനോടൊപ്പം ആര് കൂടി സഹായിക്കും? പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് കൂടി സഹായിക്കും. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഈ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് പ്രോകാരിയോട്സിൽ ഏത് യൂണിറ്റിലാണ് കാണപ്പെടുന്നതെന്നാണ് നമ്മുടെ ചോദ്യം, അല്ലെ? പെപ്റ്റിഡൈൽ യൂണിറ്റ് കാണപ്പെടുന്നത് 50s റൈബോസോംസിലാണ്. പ്രോകാരിയോട്സിലാവുമ്പോൾ നമ്മൾ ഈ 2 മാത്രം കണക്കാക്കിയാൽ മതി. 30s റൈബോസോംസും 50s റൈബോസോംസും. ഇവ 2 മാത്രമല്ലേ ഏതിൽ വരുന്നുള്ളൂ? 70s റൈബോസോംസിന്റെ സബ് യൂണിറ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഏത് യൂണിറ്റിലാണ് കാണപ്പെടുക? ലാർജ് സബ് യൂണിറ്റിലാണ് കാണപ്പെടുക. ഓർത്തിരുന്നോളാം, പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് അത് പ്രോകാരിയോട്സിലാണ് എങ്കിലും യൂകാരിയോട്സിലാണ് എങ്കിലും ഇവർ കാണപ്പെടുന്നത് എവിടെയെല്ലാമാ? 50sലും 60sലുമാണ്. ഇവയാണ് 2 ലാർജ് സബ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രോകാരിയോട്സിലാണ് എങ്കിൽ ഇത് കാണപ്പെടുന്നത് എവിടെയായിരിക്കും കാണപ്പെടുക? ഈ 50s റൈബോസോംസിലായിരിക്കും കാണപ്പെടുക. ക്ലിയർ ആയല്ലോ? ഹൗ മെനി ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ട് ഈക്വലൻസ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ the process of activation of amino acids for protein synthesis. അതായത് ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് എത്ര ഹൈ എനർജി ബോണ്ട്, ഫോസ്ഫേറ്റ് ബോണ്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം, അല്ലെ? എത്ര ഹൈ എനർജി ഫോസ്ഫേറ്റ്? ഒരു ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ATPയിൽ നിന്നാണ് ഫോം ചെയ്യുക. ഒരു ATP സ്പ്ലിറ്റ് ചെയ്യുന്നത് വഴി എത്ര ഹൈ എനർജി മോളിക്യൂൾസ് ഫോം ചെയ്യും? 2 ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ടുകളാണ് ഫോം ചെയ്യുക. ഒരു ATP മോളിക്യൂൾസ് ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, അവിടെ എത്ര എണ്ണം ഉപയോഗിക്കപ്പെടുന്നുണ്ട്? 2 ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ടാണ് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എന്താണ് ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ്സ് എന്നുകൂടി അറിയണം, അല്ലേ? അപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് 3 സ്റ്റെപ്പുകളിലായിട്ടാണ് നടക്കുക. ഒന്ന് ഇനീഷ്യേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് എലോങ്ങേഷൻ, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെർമിനേഷൻ ആണ്. അപ്പോൾ ഇനീഷ്യേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഇനീഷ്യേഷനകത്ത് 2 സ്റ്റെപ്പുകളുണ്ട്. ഒരു 30s കോംപ്ലക്സ് ഫോം ചെയ്യുന്നതും പിന്നെ ഇത് ഒരു 70s കോംപ്ലക്സ് ഫോം ചെയ്യുന്നതും. 30s കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിന് മുമ്പ് നടക്കുന്ന 2 പ്രോസസ്സുകളുണ്ട്. ഒന്ന് ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ് ആണ്, അല്ലേ? ഒന്ന് ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡും രണ്ടാമത്തെന്ന് പറയുന്നത് ചാർജിങ് ഓഫ് tRNA-യുമാണ്. ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ് നടക്കും, അതുപോലെ തന്നെ ചാർജിങ് ഓഫ് tRNA. ഈ 2 പ്രോസസ്സുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇനീഷ്യേഷന് തൊട്ട് മുമ്പ് നടക്കുന്ന 2 പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ് ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം
ഒരു അമിനോ ആസിഡ് അല്ലെങ്കിൽ ഒരു പോളിപെപ്റ്റൈഡ് സിന്തസൈസ് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് കോഡോൺ എന്ന് പറയുന്നത് എപ്പോഴും ഏത് തന്നെയായിരിക്കും? ഏതാണ് ഇനീഷ്യേറ്റർ കോഡോൺ? നമുക്കറിയാം, ഇതാണ് ഒരു mRNA. ഈ mRNAയിലെ കോഡോൺസിനനുസരിച്ചാണ് എന്ത് ഫോം ചെയ്യേണ്ടത്? ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കോഡോൺ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? AUG ആയിരിക്കും. ആ ഫസ്റ്റ് കോഡോൺ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ഏതായിരിക്കും? മെഥിയോണിൻ ആയിരിക്കും, അല്ലെ? മെഥിയോണിൻ ആയിരിക്കും. അപ്പോൾ ഏതൊരു പ്രോട്ടീൻ സിന്തസിസ് ആരംഭിച്ചാലും ഫസ്റ്റ് ചാർജ് ചെയ്യപ്പെടേണ്ടത് ആര് തന്നെയാ? മെഥിയോണിൻ ആണ് ചാർജ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ മെഥിയോണിൻ എങ്ങനെ ചാർജ് ചെയ്യപ്പെടും? മെഥിയോണിൻ ഒരു പർട്ടിക്കുലർ അമിനോ ആസിഡ് അല്ലെങ്കിൽ പർട്ടിക്കുലർ എൻസൈമുമായിട്ട്, അമിനോ ആസിഡ് സിന്തറ്റൈസ് എന്ന് പറയുന്ന അമിനോ ആസിഡുമായിട്ട് ചേർന്ന്, ഇതാണ് ഒരു അമിനോ ആസിഡിന്റെ പേരുണ്ട്, അമിനോ ആസിഡിന്റെ പേരെന്ന് നമ്മൾ പറഞ്ഞത് മെഥിയോണിൻ ആണ്. ഈ മെഥിയോണിൻ ഒരു പർട്ടിക്കുലർ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യും. പർട്ടിക്കുലർ എൻസൈം എന്ന് പറയുന്നത് എന്താ? അമിനോ ആസിഡ് അമിനോ ആസിഡ് സിന്തറ്റൈസ് ആണ്. ആ അമിനോ ആസിഡ് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യും. എന്തിന്റെ പ്രസൻസിലാണ് ബൈൻഡ് ചെയ്യുന്നത്? ഒരു ATPയുടെ പ്രസൻസിൽ ബൈൻഡ് ചെയ്യും. അങ്ങനെ അതെന്തായിട്ട് മാറും? ഒരു ആക്ടിവേറ്റഡ് ഇല്ലെങ്കിൽ ഫോർമുലേറ്റഡ് മെഥിയോണിൻ ആയിട്ട് മാറും. ആ മെഥിയോണിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫോർമുലേറ്റഡ് മെഥിയോണിൻ. ഇനി ഫോർമുലേറ്റഡ് മെഥിയോണിൻ എന്ത് ചെയ്യും? ഇതാണ് ഫസ്റ്റ് ആക്ടിവേഷൻ ഓഫ് നടക്കുന്ന ഇല്ലെങ്കിൽ ഈ അമിനോ ആസിഡിനെ എന്തായിട്ട് മാറ്റും? അമിനോ ആസിഡ് സിന്തറ്റൈസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടി അമിനോ ആസിഡ് മെഥിയോണിൻ ആക്കി മാറ്റും. ഇല്ലെങ്കിൽ നമ്മൾ പറയും ഫോർമുലേറ്റഡ് മെഥിയോണിൻ എന്ന് പറയും. ഈ ഫോർമുലേറ്റഡ് മെഥിയോണിലാണ് എന്ത് നടക്കുന്നത്? എങ്ങോട്ട് ആര് അറ്റാച്ച് ചെയ്യുന്നത്? tRNA വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. കാരണം ഈ മെഥിയോണിൻ എവിടെ നിന്നാൽ മാത്രം പോരാ? സൈറ്റോപ്ലാസത്തിൽ ഇരുന്നാൽ മാത്രം പോരാ. ഇതെവിടെ എത്തണം? റൈബോസോമിൽ എത്തണം. ഈ റൈബോസോമിലോട്ട് ഇതിനെ ബ്രിങ് ചെയ്യുന്നത് ആരായിരിക്കും? അതൊരു tRNA ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഫോർമുലേറ്റഡ് മെഥിയോണിനെ ആര് വന്ന് ബൈൻഡ് ചെയ്യണം? tRNA വന്ന്, ഒരു പർട്ടിക്കുലർ tRNA വന്ന് ബൈൻഡ് ചെയ്യണം. അങ്ങനെ ഈ ഫോർമുലേറ്റഡ് മെഥിയോണിനും tRNAയുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിലൂടെ എന്താ നടക്കുക? tRNA ചാർജിങ് ചെയ്യപ്പെടും. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ചാർജിങ് ഓഫ് tRNA. ഇത് രണ്ടും എന്തിനു മുമ്പിൽ നടക്കുന്നതാ? ഒരു 30S കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ എല്ലാ ഇനീഷ്യേഷൻ ഫാക്ടേഴ്സ് എല്ലാം വന്നു തുടങ്ങുന്നതിന് മുമ്പ് സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇവൻസുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ സിന്തസിസ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് നടക്കണം? അവിടെ ഒരു mRNA സിന്തസൈസ് ചെയ്യണം. mRNA സിന്തസൈസ് ചെയ്തുകൊണ്ട് മാത്രം പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടുമോ? ചെയ്യപ്പെടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആ mRNAയിലെ ഫസ്റ്റ് കോഡോൺ അനുസരിച്ച് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ നിർമ്മിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് അവിടെയുള്ള ആ കോഡോണിലുള്ള ഫസ്റ്റ് കോഡോൺ, ആ കോഡോൺ എന്ന് പറയുന്നത് ഏതായിരിക്കും? AUG ആയിരിക്കും. ആ AUGക്ക് തത്തുല്യമായിട്ടുള്ള അമിനോ ആസിഡ് എന്ന് പറയുന്നത് എന്താ? മെഥിയോണിൻ ആയിരിക്കും. അപ്പോൾ ആ മെഥിയോണിനെ ആദ്യം എന്ത് ചെയ്യണം? ആക്ടിവേറ്റ് ചെയ്യണം. ഈ ആക്ടിവേറ്റ് ചെയ്ത മെഥിയോണിന് മാത്രമേ എവിടെ പോയി ബൈൻഡ് ചെയ്യാൻ സാധിക്കൂ? tRNAയിൽ പോയി ബൈൻഡ് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത മെഥിയോണിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫോർമുലേറ്റഡ് മെഥിയോണിൻ എന്ന് വിളിക്കും. ആ ഫോർമുലേറ്റഡ് മെഥിയോണിൻ tRNAയുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ എന്ത് സ്റ്റെപ്പ് നടക്കും? ചാർജിങ് ഓഫ് tRNA എന്ന് നടക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാൽ, ഒരു ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ട് ഈക്വലൻസ്, അതായത് എത്ര ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ടാണ് നമ്മൾ ഒരു ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡ്സിനകത്ത് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം, അല്ലേ? അപ്പോൾ ഓർത്തിരുന്നുള്ള ATPയുടെ സഹായത്തോടു കൂടി മാത്രമേ എന്ത് നടക്കൂ? അമിനോ ആസിഡിൻ്റെ ആക്ടിവേഷൻ നടക്കൂ. ഒരു ATP സ്പ്ലിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എത്ര ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ടുകൾ ലഭിക്കും? 2 ATP. അതായത് ഒരു ആക്ടിവേഷനോ അല്ലെങ്കിൽ ഒരു അമിനോ ആസിഡിൻ്റെ ആക്ടിവേഷൻ നടക്കണമെങ്കിൽ ഒരു ATP ആണ് യൂട്ടിലൈസ് ചെയ്യുക. ആ ATP സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക? 2 ഹൈ എനർജി ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ഉണ്ടാവുക. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? 2 ആണ് ഇതിൻ്റെ ആൻസർ. എങ്ങനെയാണ് ഈ 2 വന്നതെന്ന് മനസ്സിലായോ? അപ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം ഒന്ന് ഓർത്തിരുന്നോണം. കാരണം ഇതിനകത്തുനിന്ന് നമുക്കൊരിക്കലും ഒരു +2 ലെവലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും മോളിക്കുലർ ബയോളജിയും ചോദിക്കില്ല, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒരു PG ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വേണം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എക്സാമിന് പോകാനായിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി എൻസൈം അമിനോ ആസിഡ് സിന്തറ്റൈസ് ഫെസിലിറ്റേറ്റ് joining two neighboring amino acids on ribosome. Option B, insertion of amino acid tRNA into ribosome site. Option C, adoption of amino acid by a tRNA molecules of its type. Option D, transfer of amino acid tRNA from ribosomal A site to P site. അതായത് അമിനോ ആസിഡ് tRNA എന്തിനെയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ജോയിനിങ് ഓഫ് 2 നൈബറിംഗ് അമിനോ ആസിഡ്സ് ഓൺ റൈബോസോം ആണോ? ഇതാണോ കറക്റ്റ് ആൻസർ? അല്ല, ഒരിക്കലും. അമിനോ ആസിഡുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഏതായിരുന്നു?
പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആണ്. ഓർത്തിരുന്നുള്ള പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആണ് എന്തിനു സഹായിക്കുന്നത്? ഒരു അമിനോ ആസിഡിൽ റൈബോസോംസിനകത്തുള്ള 2 തൊട്ടടുത്തടുത്തുള്ള അമിനോ ആസിഡുകളെ തമ്മിൽ റിജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതല്ല, ഇൻസെർഷൻ ഓഫ് അമിനോ ആസിഡ് tRNA ഇൻറ്റു റൈബോസോം സൈറ്റ്. ഒരിക്കലും അമിനോ ആസിഡ് tRNA റൈബോസോംസിനകത്തോട്ട് എൻ്റർ ചെയ്യാനായിട്ട് ആരുടെ ആവശ്യമില്ല? നമുക്കൊരു എൻസൈംസിൻ്റെ ആവശ്യമില്ല. അവിടെ ഒരു എനർജി മോളിക്യൂൾസ് മാത്രമേ ആവശ്യമുള്ളൂ. അഡോപ്ഷൻ ഓഫ് അമിനോ ആസിഡ് ബൈ എ tRNA മോളിക്യൂൾസ് ബൈ ഇറ്റ്സ് ടൈപ്പ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു അമിനോ ആസിഡിനെ ആദ്യം എന്താക്കി മാറ്റണം? ചാർജ് ചെയ്യണം, അല്ലെ? അങ്ങനെ ചാർജ് ചെയ്തിട്ടുള്ള അമിനോ ആസിഡ്സിന് മാത്രമേ എവിടെ പോയി ബൈൻഡ് ചെയ്യാൻ സാധിക്കൂ? tRNAയിൽ പോയി ബൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. അങ്ങനെ ആ അമിനോ ആസിഡിനെ tRNAയിലോട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ അവിടെ ഏത് എൻസൈം വേണം? അവിടെ അമിനോ ആസിഡ് സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈം വേണം. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? അഡോപ്ഷൻ ഓഫ് അമിനോ ആസിഡ് ബൈ tRNA മോളിക്യൂൾസ് ബൈ ഇറ്റ്സ് ടൈപ്പ്. മനസ്സിലായോ? അതായത് tRNAക്ക് യോജിക്കുന്ന രീതിയിൽ ആ അമിനോ ആസിഡിനെ എവിടെ വന്ന് ബൈൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇതിനെ ചാർജ് ആക്കി മാറ്റുക, അമിനോ ആസിഡിനെ ചാർജ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ആരുടെ ജോലി? ഈ അമിനോ ആസിഡ് സിന്തറ്റേസിന്റെ ജോലി. ഓപ്ഷൻ ഡി, ട്രാൻസ്ഫർ ഓഫ് അമിനോ ആസിഡ് tRNA ഫ്രം റൈബോസോമൽ എ സൈറ്റ് ടു പി സൈറ്റ്. ഒരിക്കലും ഒരു എ സൈറ്റിൽ നിന്ന് പി സൈറ്റിലോട്ട് മാറ്റണമെങ്കിലും എന്തിനും ആവശ്യമില്ല? ഒരു എൻസൈമിന്റെ ആവശ്യമില്ല, അല്ലെ? ട്രാൻസ്ലൊക്കേഷൻ വഴി അവർ തന്നെ ചേഞ്ച് ആക്കിക്കോളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി റിയാക്ഷൻ അമിനോ ആസിഡ് പ്ലസ് ATP അമിനോ ആസിഡ് പ്ലസ് AMP ആണ്. MAP എന്ന് വെച്ചാൽ AMP തന്നെയാണ്. പ്ലസ് P 2 ഫോസ്ഫേറ്റ് ഡിപ്പിക്റ്റ് ഏതാണ്? ഇല്ലെങ്കിൽ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തിന്റെ ഫോർമേഷൻ ആണെന്ന് ചോദിച്ചത്. അമിനോ ആസിഡ് അസോസിയേഷൻ, അസിമിലേഷൻ, അമിനോ ആസിഡ് ട്രാൻസ്ഫോർമേഷൻ, അമിനോ ആസിഡ് ആക്ടിവേഷൻ, അമിനോ ആസിഡ് ട്രാൻസ്ലോക്കേഷൻ. അതായത് സെയിം കണ്ടന്റ് തന്നെയാണ്, സെയിം പോയിന്റ്സ് തന്നെയാണ്, പക്ഷെ പല രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ പഠിച്ചത് എൻസൈമിന്റെ പേരിലായിരുന്നു. രണ്ടാമത് നമ്മൾ പഠിച്ചത് എത്ര ഹൈ എനർജി മോളിക്യൂൾസ് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നാണ്. അതായത് ഒരു അമിനോ ആസിഡ് ആക്ടിവേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ നമ്മളൊരു 3 ക്വസ്റ്റ്യൻസ് എങ്കിലും ആൻസർ ചെയ്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻസ് ആണോ ആൻസർ ചെയ്തത്? അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വേണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ. അതായത് ഒരു കണ്ടന്റ് പഠിക്കുമ്പോൾ അതിനെ പല രീതിയിൽ എന്താക്കി മാറ്റണം? ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് എന്ന് ചുരുക്കം. അതായത് ഒരു അമിനോ ആസിഡ് ഒരു ATPയുമായിട്ട് ബൈൻഡ് ചെയ്തു. എന്തിന്റെ പ്രസൻസിലാണ്? അമിനോ ആസിഡ് സിന്തറ്റേസിന്റെ പ്രസൻസിൽ. അവിടെ എത്ര മോളിക്യൂൾസ് ഫോം ചെയ്തു? അതായത് ആ ATP സ്പ്ലിറ്റ് ചെയ്ത് ആരൊക്കെയായിട്ട് മാറി? ഒരു AMPയും ഒരു 2 ഫോസ്ഫേറ്റുമായിട്ട് മാറി. ആ റിയാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് അമിനോ ആസിഡ് ആക്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് അമിനോ ആസിഡ് ആക്ടിവേഷൻ ആണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. പറഞ്ഞെന്താണെന്ന് മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അതായത് അമിനോ ആസിഡ് ആക്ടിവേഷന്റെ സമയത്താണ് എന്ത് ചെയ്യുക? ഒരു അമിനോ ആസിഡ് ATP ആയിട്ട് ബൈൻഡ് ചെയ്യും. എന്തിന്റെ പ്രസൻസിലാണ്? അമിനോ ആസിഡ് സിന്തറ്റേസിന്റെ പ്രസൻസിൽ. എന്തൊക്കെയായിട്ട് ഫോം ചെയ്യും? ഒരു ഫോർമുലേറ്റഡ് അമിനോ ആസിഡ് ഫോം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് എന്താ? മെഥിയോണിനാണ്. ഫോർമുലേറ്റഡ് മെഥിയോണിൻ ഫോം ചെയ്യും. ഒരു AMPയും ഫോം ചെയ്യും. അതിനോടൊപ്പം എന്ത് ഫോം ചെയ്യും? 2 ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് റിലീസ് ആകും, അല്ലെ? ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അമിനോ ആസിഡ് ആക്ടിവേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? അമിനോ ആസിഡ് ആക്ടിവേഷൻ എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ബയോസിന്തസിസ് ഓഫ് പോളിപെപ്റ്റൈഡ് ഇൻ കാറ്റലൈസ്ഡ് ബൈ. The first step of biosynthesis of polypeptide is catalyzed by terminal transferase, peptidyl transferase, initiation factors, amino acid tRNA synthetase. ഇതിനകത്ത് ഏതാണ് ഒരു ഇനീഷ്യേഷൻ ആരംഭിക്കുന്നത്? അല്ലെങ്കിൽ ഇനീഷ്യേഷൻ എന്ന് പറയുന്നത് എന്തിലാണ് തുടങ്ങുന്നത്? ആക്ടിവേഷൻ ഓഫ് അമിനോ ആസിഡിലാണ് തുടങ്ങുന്നത്. ഏതാണ് എൻസൈം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്, അമിനോ ആസിഡ് tRNA സിന്തറ്റേസ് ആണ് കേട്ടോ. അപ്പോൾ ഏത് എൻസൈംസിന്റെ സഹായത്തോടു കൂടിയാണ് ഒരു പോളിപെപ്റ്റൈഡിന്റെ സിന്തസിസ് ആരംഭിക്കുന്നത്? അത് അമിനോ ആസിഡ് tRNA സിന്തറ്റൈസ് ആണ്. ശരിക്കും അമിനോ ആസിഡ് സിന്തറ്റൈസ് ആണ്, പക്ഷെ ഇവിടെ സിന്തറ്റൈസിന്റെ കൂടെ എന്തുകൂടി ചേർത്തിട്ടുണ്ട്? tRNA സിന്തറ്റൈസിന് കൂടി ചേർത്തിട്ടുണ്ട്. കറക്റ്റ് പറയുന്നത് ഈ എൻസൈമിന്റെ പ്രസൻസോടുകൂടിയാണ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റെപ്പ് ഓഫ് ട്രാൻസ്ലേഷൻ ഡസ് നോട്ട് കൺസ്യൂം എ ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ട്? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഹൈ എനർജി ബോണ്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടാത്ത സ്റ്റെപ്സ്? ഒന്ന്, ട്രാൻസ്ലൊക്കേഷൻ. ഓപ്ഷൻ ബി, അമിനോ ആസിഡ് ആക്ടിവേഷൻ. ഓപ്ഷൻ സി, പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് റിയാക്ഷൻ. ഓപ്ഷൻ ഡി, അമിനോ ആസിഡ് tRNA ബൈൻഡിങ് ടു എ സൈറ്റ്. ഇതിനകത്താണ് ഒരു എനർജി ഇല്ലെങ്കിൽ ഒരു ഹൈ എനർജി ഫോസ്ഫേറ്റ് ആവശ്യമില്ലാത്ത സ്റ്റെപ്പ് എന്നാണ് ചോദ്യം. അത് ഓപ്ഷൻ ഡി ആണ്,
അമിനോ ആസിഡ് tRNA ബൈൻഡിങ് ടു എ സൈറ്റ്. നമ്മൾ ഓൾറെഡി നേരത്തെ വേറൊരു ക്വസ്റ്റ്യൻസ് പറഞ്ഞായിരുന്നു അല്ലേ? ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള tRNAക്ക് എ സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യാനായിട്ട് എന്താ ആവശ്യമില്ല? അവിടെ ഒരു ഹൈ എനർജി ബോണ്ടിന്റെ ആവശ്യമില്ല. അതേസമയം അമിനോ ആസിഡ് tRNA ഫോം ചെയ്യണമെങ്കിലോ അമിനോ ആസിഡ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിലോ ട്രാൻസ്ലൊക്കേഷനോ എല്ലാം എന്താവശ്യമുണ്ട്? ഈ അമിനോ ആസിഡിന്റെ ഈ എൻസൈംസിന്റെ ആവശ്യമുണ്ട്. ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോണ്ട് ഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേസമയം ഓൾറെഡി ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു tRNA അത് എ സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യമില്ല? ഒരു ഹൈ എനർജി ഫോസ്ഫേറ്റിന്റെ ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡിറക്ഷൻ ഡസ് ദ പോളിപെപ്റ്റൈഡ് ചെയിൻ ബീങ് ട്രാൻസ്ലേറ്റഡ് ഫ്രം mRNA ഓൺ എ റൈബോസോം ഗ്രൂപ്പ്? അതായത് ഒരു റൈബോസോമിനകത്ത്, ഇതാണ് റൈബോസോം, ഈ റൈബോസോമിനകത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു അമിനോ ആസിഡ് ഫോം ചെയ്യുന്നത് അല്ലെ? ആ റൈബോസോമിന്റെ 3 ഭാഗങ്ങൾ, 3 സൈറ്റ്, എ സൈറ്റ്, പി സൈറ്റ്, ഇ സൈറ്റ്. അപ്പൊ നമുക്കറിയാം ഇവിടെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? എ സൈറ്റിലും പി സൈറ്റിലും ഉള്ള അമിനോ ആസിഡുകൾ തമ്മിലാണ് പെപ്റ്റൈഡിൽ ബോണ്ട് ഫോം ചെയ്യുന്നത്. അതായത് പി സൈറ്റിലുള്ള പെപ്റ്റൈഡിൽ ബോണ്ടും എ സൈറ്റിലുള്ള പെപ്റ്റൈഡ് ബോണ്ടല്ല, പി സൈറ്റിലുള്ള അമിനോ ആസിഡും എ സൈറ്റിലുള്ള അമിനോ ആസിഡും തമ്മിൽ എങ്ങനെയാണ് ഈ ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നാണ് ചോദ്യം അല്ലെ? നമുക്കറിയാം ഒരു അമിനോ ആസിഡിന് 2 ടെർമിനൽസ് ഉണ്ട്. ഒരു എൻ ടെർമിനലും ഉണ്ട്, ഒരു സി ടെർമിനലും ഉണ്ട്. ഏത് അമിനോ ആസിഡ് എടുത്തു കഴിഞ്ഞാലും ഈ 2 ടെർമിനലുകൾ മസ്റ്റ് ആണ് അല്ലെ? അതായത് ഒരു അമിനോ ആസിഡ് എന്ന് പറയുന്നതിനകത്ത് തന്നെ എത്ര ഗ്രൂപ്പുകളുണ്ട്? അമിനോ ഗ്രൂപ്പും ഉണ്ട്, കാർബോക്സിൽ ഗ്രൂപ്പും ഉണ്ട്. ഇതിനകത്ത് എൻ ടെർമിനൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അമിനോ ഗ്രൂപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. NH3 ഗ്രൂപ്പിനെയാണ്, ഒരു അമിനോ ഗ്രൂപ്പിനെയാണ് എൻ ടെർമിനൽ സ്റ്റാർട്ട് ചെയ്യുക. അതേസമയം കാർബോക്സിൽ ഗ്രൂപ്പിൽ സി ടെർമിനൽ എന്ന് പറയുന്നത് അവിടെ ഏത് ഗ്രൂപ്പ് ആയിരിക്കും? ഏത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയിരിക്കും? COH അല്ലെങ്കിൽ ആസിഡ് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പൊ നമുക്കറിയാം ഒരു അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പും മറ്റൊരു അമിനോ ആസിഡിന്റെ ഇതൊരു അമിനോ ആസിഡ് ആണെന്ന് വിചാരിക്കുക, മറ്റൊരു അമിനോ ആസിഡിന്റെ കാർബോക്സിൽ ഗ്രൂപ്പും തന്നെയായിരിക്കും. ഒരു അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പും മറ്റൊരു അമിനോ ആസിഡിന്റെ കാർബോക്സിൽ ഗ്രൂപ്പും തമ്മിലായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത്? പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഒരിക്കലും 2 അമിനോ ഗ്രൂപ്പുകൾ തമ്മിലല്ല പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുക. പകരം എങ്ങനെയാണ്? എൻ ടെർമിനലുള്ള ഒരു അമിനോ ഗ്രൂപ്പും സി ടെർമിനലുള്ള കാർബോക്സിൽ ഗ്രൂപ്പും തമ്മിലാണ് എന്ത് ഫോം ചെയ്യേണ്ടത്? ഒരു ബോണ്ട്, പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഏതാ? ഫ്രം എൻ ടെർമിനൽസ് ടു സി ടെർമിനൽ, ഫ്രം സി ടെർമിനൽ ടു എൻ ടെർമിനൽ. It depends upon the RNA being synthesized. It depends upon the protein being synthesized. എങ്ങനെയാണ്? ഫ്രം എൻ ടെർമിനൽ ടു സി ടെർമിനൽ. അതായത് ഒരു ടെർമിനൽ, ആദ്യത്തെ അമിനോ ആസിഡിന്റെ എൻ ടെർമിനലും രണ്ടാമത്തെ അമിനോ ആസിഡിന്റെ സി ടെർമിനലും തമ്മിലാണ് എന്ത് ഫോം ചെയ്യുക? പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുക. അപ്പോൾ അടുത്ത അമിനോ ആസിഡിന്റെ ഇതൊരു അമിനോ ആസിഡാണ്. ആ അമിനോ ആസിഡിന്റെ എൻ ടെർമിനൽ ഇതാണ് സി ടെർമിനൽ എങ്കിൽ ഇവിടെ എന്തായിരിക്കും ഫോം ചെയ്യുക? ഇവിടെ തൊട്ടടുത്തുള്ള അമിനോ ആസിഡിന്റെ എന്തായിരിക്കും ഫോം ചെയ്യുക? കാർബോക്സിൽ ഗ്രൂപ്പ് ആയിരിക്കും ഫോം ചെയ്യുക. വലിയ കാർബോക്സിലുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഫോം ചെയ്യുക? ഫ്രം എൻ ടെർമിനൽസ് ടു സി ടെർമിനലാണ്. എൻ ടെർമിനൽ ടു സി ടെർമിനൽ എന്ന് വെച്ചാൽ ഒരെണ്ണത്തിന്റെ എൻ ഗ്രൂപ്പും മറ്റൊന്നിന്റെ സി ടെർമിനലും. അല്ലെങ്കിൽ എൻ ടെർമിനൽ എന്ന് പറയുന്നത് എന്താണ്? അവിടെയാണ് അമിനോ ഗ്രൂപ്പ് കാണുന്നത്. അമിനോ ഗ്രൂപ്പ് കാണപ്പെടുന്ന എൻഡിനെയാണ് നമ്മൾ എൻ ടെർമിനൽ എന്ന് വിളിക്കുക. അതേസമയം കാർബോക്സിൽ ഗ്രൂപ്പ് കാണപ്പെടുന്ന എൻഡിനെ നമ്മൾ എന്ന് വിളിക്കും? സി ടെർമിനൽ എന്ന് വിളിക്കും. Which one of the following catalyzed by the presence of the enzyme peptidyl transferase? താഴെ പറഞ്ഞിരിക്കുന്നവയിൽ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസിന്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ ഏതെന്നാണ് ചോദ്യം. പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അമിനോ ആസിഡ്, ട്രാൻസ്ഫർ ഓഫ് പോളിപെപ്റ്റൈഡ് ബോണ്ട്സ്, ട്രാൻസ്ഫർ ഓഫ് റൈബോസോം യൂണിറ്റ്. ഇതിനകത്ത് 2 എണ്ണം നടക്കാം. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത് 2 ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 ഓപ്ഷൻസ് ശരിയാണ്. ഒന്നെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാൻ സഹായിക്കാം, അങ്ങനെയല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഓൾറെഡി ഫോം ചെയ്തിട്ടുള്ള പെപ്റ്റൈഡ് ബോണ്ടിനെ എന്തിൽ നിന്ന് റിലീസ് ചെയ്യാൻ സഹായിക്കാം? ആ റൈബോസോമിൽ നിന്ന് റിലീസ് ചെയ്യാനും സഹായിക്കും. 2 ഓപ്ഷൻസ് ഇവിടെ ശരിയായിട്ട് വരും. ഒന്ന് പെപ്റ്റിഡൈൽ ബോണ്ട് ഫോർമേഷന് സഹായിക്കും, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് പെപ്റ്റൈഡും ഉണ്ട്. 2 ഓപ്ഷൻ ഇവിടെ കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഹൈഡ്രോളിറ്റിക് സ്റ്റെപ്സ് ലീഡിംഗ് ടു ദ റിലീസ് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ ഫ്രം എ റൈബോസോം ഈസ് കാറ്റലൈസ്ഡ് ബൈ? ഓപ്ഷൻ എ UAA, റിലീസിംഗ് ഫാക്ടർ, സ്റ്റെപ്പ് കോഡോൺസ്, പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ആ ചോദ്യത്തിൻ്റെ മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ. അതായത് ദ ഹൈഡ്രോളിറ്റിക് സ്റ്റെപ്പ് ലീഡിംഗ് ടു ദ റിലീസ് ഓഫ് പോളിപെപ്റ്റൈഡ്. ഇതൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ ആണെങ്കിൽ പോളിപെപ്റ്റൈഡ് ഫോം ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ പറഞ്ഞത്? റൈബോസോമിനകത്താണ് പോളിപെപ്റ്റൈഡ് ഫോം ചെയ്യുന്നത്. ഇതാണ് ഒരു റൈബോസോം. ആ റൈബോസോമിനകത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു പോളിപെപ്റ്റൈഡ്
ഫോം ചെയ്യുന്നത് അല്ലേ? ഒരു പോളിപെപ്റ്റൈഡ് ഫോം ചെയ്യുന്നത് റൈബോസോമിനകത്താണ്. ഈ പോളിപെപ്റ്റൈഡിൻ്റെ ഇതൊരു ഹൈഡ്രോലൈറ്റിക് ലീക്കേജ് നടന്നാൽ അല്ലെങ്കിൽ ക്ലീവേജ് നടന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഈ റൈബോസോമിൽ നിന്നും ആര് റിലീസാകുന്നത്, ഈ പോളിപെപ്റ്റൈഡ് റിലീസാകുന്നത്. അതിന് സഹായിക്കുന്ന എൻസൈം ഏതെന്നാണ് ചോദ്യം. ഇല്ലെങ്കിൽ അതിന് സഹായിക്കുന്നത് ആരാ എന്നാണ് ചോദ്യം. UAA ശരിക്കും പോളിപെപ്റ്റൈഡ് റിലീസ് ചെയ്യുന്നതുമായിട്ട് ആർക്ക് റോളില്ല. UAA എന്ന് പറയുന്നത് നമുക്കറിയാം സ്റ്റോപ്പ് കോഡോൺ ആണ്. സ്റ്റോപ്പ് കോഡോണിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? അത് എലിമിനേഷൻ സഹായിക്കുക എന്നുള്ളതാണ് അല്ലേ? ആ എലിമിനേഷൻ എന്ന് പറയുന്നത് പുതിയൊരു mRNA പോലും ആര് വഴി കൊണ്ടുവരത്തില്ല, tRNA വഴി ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് UAAയുടെ ഒരു ഫംഗ്ഷൻ. അല്ലെങ്കിൽ അവർ ഒറ്റ കോഡോൺസിനെ പോലും കോഡ് ചെയ്യുന്നില്ല. സ്റ്റോപ്പ് എന്നുള്ള ഒരു മെസ്സേജസ് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ റോള്? UAA. അവർക്ക് ഒരിക്കലും പോളിപെപ്റ്റൈഡ് ചെയിൻസിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഇല്ല. രണ്ടാമത്തത് റിലീസിങ് ഫാക്ടറാണ്. റിലീസിങ് ഫാക്ടറിന് വേണമെങ്കിൽ എന്തിനെ റിലീസ് ചെയ്യാൻ സഹായിക്കാം? ഈ പോളിപെപ്റ്റൈഡ് ചെയിൻസിനെ റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കാം. പക്ഷേ ഇവിടെ റിലീസ് ചെയ്യുന്നത് പോളിപെപ്റ്റൈഡ് ചെയിൻസിനോടൊപ്പം എന്തിനെ കൂടി റിലീസ് ചെയ്യും? ഈ റൈബോസോമിനെ കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? രണ്ട് റിലീസിങ് ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. പോളി അഡിനിലേഷൻ റിലീസിങ് ഫാക്ടറുമുണ്ട്, അതുപോലെ തന്നെ RRF എന്ന് പറയും അല്ലേ? റൈബോസോം റിലീസിങ് ഫാക്ടർ. ഇന്നത്തെ രണ്ട് ഫാക്ടേഴ്സാണ് നമുക്കുള്ളത്. ഒന്ന് പോളി അഡിനിലേഷൻ റിലീസിങ് ഫാക്ടർ എന്ന് വിളിക്കും. അതായത് പോളിപെപ്റ്റൈഡ് ചെയിൻസിനെ റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഫാക്ടർ അത് തന്നെയാണ്. പക്ഷേ ഇവിടെ റിലീസിങ് ഫാക്ടർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഏത് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രത്യേകം എടുത്ത് ഒരു എൻസൈമിൻ്റെ പേര് വന്നിട്ടുണ്ട്, പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസിനോടൊപ്പം ആര് കൂടി വരും? പോളി അഡിനിലേഷൻ റിലീസിങ് ഫാക്ടർ കൂടി വേണമെങ്കിൽ വരാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആണ് കേട്ടോ. ഇതിനകത്ത് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആണ് ആ പോളിപെപ്റ്റൈഡ് ചെയിനെ എവിടെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്? ആ റൈബോസോംസിൽ നിന്നും റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു റിലീസിങ് ഫാക്ടർ, രണ്ട് റിലീസിങ് ഫാക്ടർ ഉണ്ട്. റൈബോസോം റിലീസിങ് ഫാക്ടറും ഉണ്ട്, പോളി അഡിനിലേഷൻ റിലീസിങ് ഫാക്ടറും ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ ഫാക്ടറും ഉണ്ട്. പോളി അഡിനിലേഷൻ സ്റ്റിമുലേഷൻ ഫാക്ടറും റിലീസിങ് ഫാക്ടറും ഉണ്ട്. ഈ റിലീസിങ് ഫാക്ടറിൻ്റെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ RRF എന്ന് പറയും. രണ്ടാമത്തെ വെച്ചാൽ പോളി അഡിനിലേഷൻ സ്റ്റിമുലേഷൻ ഫാക്ടറാണ്. പോളി അഡിനിലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഫാക്ടർ. ഇവ രണ്ടും റിലീസിങ് ഫാക്ടേഴ്സിനകത്ത് വരുന്നതാണ്. പക്ഷേ ഈ വരുന്ന റിലീസിങ് ഫാക്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് RRFൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? റൈബോസോമിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ? പോളി അഡിനിലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനൊരു ഫാക്ടർ വന്നു കഴിഞ്ഞാലും വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഫംഗ്ഷനായിട്ട് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് റൈബോസോംസിനെ മാത്രം അല്ല, നോട്ട് റൈബോസോം, ഒരു പോളിപെപ്റ്റൈഡിനെ മാത്രം റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അല്ലേ? ഒരാൻസറിൻ്റെ തന്നെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ശ്രദ്ധിച്ചത് അല്ലേ? ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണോ? അല്ല, ഇത് പല പല പ്രാവശ്യങ്ങളായിട്ട് സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇനീഷ്യേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇത് രണ്ടെണ്ണം നമ്മൾ പക്ഷേ എലോങ്ങേഷനും ടെർമിനേഷനും റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? ഇനീഷ്യേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മാത്രമാണോ വരിക? അല്ല, ധാരാളം ഇനീഷ്യേഷൻ ഫാക്ടേഴ്സിനെ കുറിച്ച് ചോദിക്കാം, ദെൻ കൊസാക്ക് സീക്വൻസ് ഏതാണെന്ന് ചോദിക്കാം, അതുപോലെ തന്നെ ഷൈൻഡൽ ഗാർണർ സീക്വൻസ് ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരുന്ന ഒരു റീജിയനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷൻ മാത്രമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കണ്ടേ? തീർച്ചയായിട്ടും പഠിക്കണം. ആ ഡീപ്പായിട്ട് പഠിക്കാൻ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. CCയിലേക്ക് ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.